അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ അത് കിടക്കില്ല എന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. അത് പുളഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ കാര്യങ്ങൾ. രാജ്യവിരുദ്ധ കൂട്ടുകെട്ടും സോറോസിന്റെ മൂട് താങ്ങലും ഒക്കെ കണ്ടപ്പോഴേ ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇന്ത്യൻ ചോരയാണ് സിരകളിൽ ഒഴുകുന്നത് എങ്കിൽ ഇതിനൊന്നും കൂട്ടുനിൽക്കാൻ രാഹുലിന് ആകുമായിരുന്നില്ല എന്നത് ഉറപ്പാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധിക്ക് ഇരട്ട പൗരത്വം ഉണ്ട് എന്ന ആരോപണം അന്വേഷിക്കണമെന്ന് അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ചിന്റെ ഉത്തരവ്. ഒന്നുകിൽ ഇക്കാര്യത്തിൽ ഉത്തർപ്രദേശ് സർക്കാരിന് നേരിട്ട് അന്വേഷിക്കാം, അതല്ല എങ്കിൽ ഈ സംഭവം ഒരു കേന്ദ്ര ഏജൻസിക്ക് കൈമാറുകയോ ചെയ്യാം എന്ന് ഉത്തർപ്രദേശ് സർക്കാരിനോട് അലഹബാദ് കോടതി നിർദ്ദേശിച്ചു. കർണാടകയിൽ നിന്നുള്ള ബി.ജെ.പി പ്രവർത്തകനായ എസ് വിഘ്നേഷ് ശിശിർ ആണ് ഹർജി സമർപ്പിച്ചത്. രാഹുൽ ഗാന്ധിക്ക് ഇരട്ട പൗരത്വമുണ്ട് എന്നും ഇന്ത്യൻ പൗരത്വത്തിന് പുറമെ രാഹുൽ ബ്രിട്ടീഷ് പൗരനാണ് എന്ന് സൂചിപ്പിക്കുന്ന UK സർക്കാരിന്റെ രേഖകളും രഹസ്യ ഇമെയിലുകളും തന്റെ കൈവശമുണ്ട് എന്ന് ശിശിർ അവകാശപ്പെട്ടിരുന്നു. കേസിന്റെ വാദം കേൾക്കുന്നതിനിടെയാണ് കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ പൗരത്വ തർക്ക കേസ് പരിഗണിക്കുന്നതിനിടെ കേസിൽ കേന്ദ്ര സർക്കാരിനെ ഒരു കക്ഷിയാക്കാൻ അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് ഹർജിക്കാരനോട് ആവശ്യപ്പെട്ടിരുന്നു. വ്യാഴാഴ്ച വാദം കേൾക്കൽ ആരംഭിച്ച ഉടൻ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും ലഭിച്ച രേഖകൾ വളരെ രഹസ്യ സ്വഭാവമുള്ളതിനാൽ തുറന്ന കോടതിയിൽ വാദം കേൾക്കരുത് എന്ന് കേന്ദ്രത്തെ പ്രതിനിധീകരിച്ച മുതിർന്ന അഭിഭാഷകൻ SB പാണ്ഡെ കോടതിയോട് അഭ്യർത്ഥിച്ചു. ഇരുഭാഗത്തിന്റെ വാദം കേട്ട ശേഷം ആഭ്യന്തര മന്ത്രാലയ അണ്ടർ സെക്രട്ടറി വിവേക് മിശ്രയും അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ പ്രണവ് റായും ബന്ധപ്പെട്ട രേഖകളുമായി കോടതിയിൽ ഹാജരാകണമെന്ന് കോടതി ഉത്തരവിട്ടു. കോടതി രേഖകൾ പരിശോധിച്ച അണ്ടർ സെക്രട്ടറിക്ക് തിരികെ നൽകി. കേസിൽ കേന്ദ്ര സർക്കാരിനെ കക്ഷി ചേർക്കാൻ ഹർജിക്കാരനായ S വിഘ്നേഷ് ശിശിറിന് അനുമതി നൽകുകയും ചെയ്തു. രാഹുൽ ഗാന്ധിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് തന്റെ അപേക്ഷ തള്ളിയ ലക്നൌവിലെ പ്രത്യേക MP കോടതിയുടെ 2026 ജനുവരി 28 ഉത്തരവിനെ ചോദ്യം ചെയ്ത് കർണാടകയിൽ നിന്നുള്ള BJP പ്രവർത്തകനായ വിഘ്നേഷ് ശിശിർ ആണ് ഹർജി സമർപ്പിച്ചത്. രാഹുൽ ഗാന്ധിക്ക് ഇരട്ട പൗരത്വമുണ്ട് എന്ന് ആരോപിക്കുകയും ബ്രിട്ടീഷ് പൗരനാണെന്ന് സൂചിപ്പിക്കുന്ന UK സർക്കാരിന്റെ രേഖകളും രഹസ്യ ഇമെയിലുകളും തന്റെ കൈവശമുണ്ടെന്ന് ശിശിർ അവകാശപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കുറിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ചുമ്മാതാണോ ഈ രാഹുൽ ഗാന്ധി രാജ്യവിരുദ്ധരുമായി വിദേശങ്ങളിൽ ചെന്ന് ചങ്ങാത്തം കൂടുന്നതും ഇന്ത്യയെ അപമാനിക്കുന്നതും? ഇനി രാഹുൽ ഗാന്ധിക്ക് ധൈര്യമായി കൊളംബിയയിലുള്ള തന്റെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ ധൈര്യമായിട്ട് കഴിയാമല്ലോ എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. എന്തൊക്കെയായാലും ശരി, ഇതെല്ലാം ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷേ ഇന്ത്യൻ പൗരത്വം എന്ന് പറയുന്നത് അത് ഇല്ലാതെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവുകയും അല്ലെങ്കിൽ രാജ്യത്ത് പ്രധാനമന്ത്രിയാകാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു ശരിയായ കാര്യമല്ല. അതും ഇന്ത്യയെ പോലെ പൗരത്വത്തിനൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യത്ത്. എന്തായാലും ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇരട്ട പൗരത്വം കോൺഗ്രസിന് തന്നെ ഒരു തിരിച്ചടിയായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ.